നമ്മൾ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് മിക്കവാറും തിരുവനന്തപുരം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പറ്റുമെങ്കിൽ കന്യാകുമാരി പോയി സ്റ്റേ ആവണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക്. ഓക്കെ, നമ്മളങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നഗരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളെ നിയമസഭാ മന്ദിരം ഉണ്ടല്ലോ, നിയമസഭാ മന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് ഞാൻ പോയിട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അതിൽ കൂടി ഇങ്ങനെ പോയി അത് കഴിഞ്ഞ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ കറക്കം തന്നെയാണല്ലോ, അതിൽ കൂടി ഇങ്ങനെ ടൗണിൽ കൂടി ഇങ്ങനെ പോയി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നിന്ന് അങ്ങനെ എടുത്തൊന്നുമില്ല. അങ്ങനെ ടൗണിൽ കൂടി വന്ന് പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കാരണം പത്മനാഭൻ്റെ മണ്ണെന്നാണല്ലോ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത് തന്നെ. അപ്പം എന്നിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയില്ലേ, മോശമല്ലേ? അങ്ങനെ ടൗണിൽ കൂടെയൊക്കെ കറങ്ങി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് അവിടേക്ക് ഇങ്ങനെ കണ്ട് അപ്പോൾ ഉണ്ടൊരു ഓട്ടോറിക്ഷക്കാരൻ നമ്മളിങ്ങനെ കറങ്ങാനായിട്ട് വന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ തന്നെ അമ്പലത്തിൻ്റെ അടുത്തൂടെയുള്ള കുളത്തിൻ്റെ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ നമ്മൾ വിട്ടു വെച്ചാൽ ശംഖുമുഖം ബീച്ചിലേക്കാണ്. ബീച്ചിലങ്ങനെ ഇറങ്ങിയൊന്നുമില്ല, ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു കറക്കമൊക്കെ കറങ്ങി അതിൽ ഇങ്ങനെ എന്താ പറയുക, ഇപ്പുറത്തെ സൈഡിൽ എയർപോർട്ട് ഉണ്ട്. അപ്പം എയർപോർട്ട് അതിൻ്റെ സൈഡിൽ കൂടിയും ബീച്ചിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി നമ്മൾ നേരെ കോവളത്തെത്തി. കോവളം എന്ന് പറയുന്നത് നമ്മളെ ഇൻ്റർനാഷണൽ ബീച്ചാണല്ലോ. അപ്പം കോവളം ബീച്ചിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി കോവളം ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാമെന്ന് പറയുന്നത് നല്ല സുഖമായിട്ട്, നല്ലൊരു അടിപൊളി ഏരിയ. എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും നമുക്ക് നമ്മളേതായ ഒരു നല്ലൊരു ഫീൽ കിട്ടി. പിന്നെ ഇവിടെ ഈ ബീച്ചിൽ ഇതാണ് ശരിക്കും കോവളം ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നതിനേക്കാളും കൂടുതൽ വിനോദസഞ്ചാരികൾ, അതായത് ഈ ഫോറിനേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഹവാ ബീച്ച് എന്ന് പറയുന്നത്. ഹവാ ബീച്ച് എന്ന് പറയുന്നത് ഈ കോവളം ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. അതായത് കോവളം ബീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പാണ്, നമ്മൾ ചാക്ക ബൈപ്പാസിന് പോകുമ്പോൾ കോവളം ബീച്ച് എത്തുന്നതിന് മുമ്പ് ആണ് നമ്മൾ ഈ ഹവാ ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, ഈ ഫോറിനേഴ്സിനായിട്ട് വേണ്ടിയിട്ട് ഈ ടാറ്റു അടിക്കാനുള്ള ടാറ്റു സ്റ്റുഡിയോ ഇതൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ എത്തിയതുകൊണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ കടകൾ, ഹോട്ടൽസ്, ബാറ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും എത്ര കണ്ടാലും നമുക്ക് മതിവരാത്തൊരു സംഭവങ്ങളാണ് ഈ ബീച്ച്, ആന, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരു കൗതുകം തന്നെയാണ്. നമുക്ക് എപ്പോൾ കണ്ടാലും പിന്നെ നമ്മൾ നോക്കി നോക്കും. അങ്ങനെ ബീച്ചിൽ കൂടെയുള്ള കറക്കത്തിനിടയ്ക്കാണ് നമ്മളൊരു കൂട്ടുകാരൻ വിളിക്കുന്നത് കേട്ടോ. എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരുവനന്തപുരത്തുണ്ട്, എന്നാൽ കണ്ടിട്ട് പോയ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എത്തേണ്ട സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് തന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടുതൽ ഇസ്രായേലുണ്ടായിരുന്ന ഒരാൾ, അപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരം വെയിറ്റ് ചെയ്ത് നിൽക്കുക ആണ്. നമ്മൾ കാത്ത് നാളെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മുട്ട മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ